നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. FCRA ബില്ല് ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. വിശേഷ ദിനങ്ങളിൽ പരീക്ഷ നടത്തുന്നത് വേദനിപ്പിക്കുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLAമാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. മടവക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. പരാതിയെ തുടർന്ന് മടവക്കര റോഡ് വീണ്ടും അടച്ചു. സമരം ശക്തമാക്കി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ. പ്രതിഷേധം ആശുപത്രികളുടെ മുന്നിലേക്ക് മാറ്റി UNA. SSLC പരീക്ഷ അവസാനിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-ന്, +2 ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവ് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരചടങ്ങുകൾക്ക് തുടക്കമായി. തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ആവേശമായി. തൃശൂർ നടുവിൽമഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികൾക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സമാധിയിരുത്തൽ ചടങ്ങ് നടുവിൽമഠത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. FCRA ബിൽ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിൽ പരീക്ഷകളും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും നടത്താനുള്ള തീരുമാനം ആശങ്കാജനകമെന്നും മാർ താഴത്ത്. തൃശൂർ ബിഷപ്പ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. FCRA വഴി കാശ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു പുതിയ നിയമം, അത് എല്ലാവർക്കും ആശങ്കയുള്ളതാണ്. ഇതിൽ വളരെയേറെ ആശങ്കയുള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കാണ്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ പലതും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർക്കുണ്ട്, മറ്റു മതത്തിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക, ഈ പുതിയ ബിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, വിദഗ്ധര് വക്കീൽമാർ പറഞ്ഞു, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം എതിരാണ്, മതേതര രാഷ്ട്രത്തിനെതിരാണ്, ഇത് വ്യക്തികളുടെ പൗരന്മാരുടെ അവകാശത്തിനെതിരാണ്. FCRA ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും ആശങ്കയുണ്ട്. ഈ ഭേദഗതിയുടെ മറവിൽ സഭാസ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും വസ്തുവകകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരാണ്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികളും 2ഘട്ട പരിശീലനവും ഉദ്യോഗസ്ഥർക്ക് നിർബന്ധമാക്കിയതും തികച്ചും വേദനാകരമാണ്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളാണ് വലിയ ആഴ്ച, പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ദിവസങ്ങളൊക്കെ. ആ ദിവസങ്ങളിൽ പരീക്ഷാ ദിനങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മതേതര രാഷ്ട്രത്തിലെ ഒരു ന്യൂനപക്ഷത്തോടുള്ള, ക്രൈസ്തവരോടുള്ള, ന്യൂനപക്ഷത്തോടുള്ള ഒരു തരത്തിലെ വേദനയും അവകാശം പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. ഈ ദിനങ്ങളിൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഹോം വോട്ടിംഗ് നടത്തുന്നത് ഈ ദിവസങ്ങളിലാണ്, ഇതിൻ്റെ കമ്മീഷൻ്റെ കറക്ഷൻസ് വരുത്തുന്നത് ഈ ദിവസങ്ങളാണ്, അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് ഈ ദിവസങ്ങളിലാണ്. പിന്നെ ഈ ഹോം വോട്ടിംഗ് ഉദ്യോഗസ്ഥരെ 2ാം ഘട്ട പരിശീലനം ഈ ദിവസങ്ങളിലാണ്. ഇതൊക്കെ ഈ വിശേഷ ദിവസങ്ങളിൽ, ദുഃഖവെള്ളി, ഈസ്റ്റർ, പെസഹ, വ്യാഴം, ഈ ദിവസങ്ങളിൽ തന്നെ നടത്തുമ്പോൾ ക്രൈസ്തവരായ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതും 2ാമത്തെ കാര്യത്തിൽ വേദനാജനകമാണ്. രാഷ്ട്രനിർമ്മിതിക്ക് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നൽകിയ സംഭാവനകൾ ഭരണകർത്താക്കൾ വിസ്മരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായി മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ FCR ഭേദഗതി ശ്രമം കാണാനാവൂ. ഈ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ സഭാ സമൂഹം നിർബന്ധിതരാകുമെന്നും മാർ താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു.
CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PK ബിജു. വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത നിയമം ഇപ്പോൾ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഓരോ വർഷവും വരവ് ചിലവുകൾ കൃത്യമായി സമർപ്പിക്കണം. പുതിയ നിയമ ഭേദഗതി പ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നിഷേധിച്ചാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ പ്രതികരണം പാർലമെന്റിൽ ഇല്ലാതെ പോയത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. CPM ശക്തമായ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും PK ബിജു പറഞ്ഞു. ഇത്തരം കടുത്ത നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് അതിനേക്കാൾ കടുത്ത ഒരു നിയമം നമ്മുടെ രാജ്യത്ത് BJP സർക്കാർ പാസ്സാക്കിയിരിക്കുന്നു. ഏതെങ്കിലും കാരണം പറഞ്ഞ് അനുമതി നിഷേധിക്കപ്പെട്ടാൽ പൂർണ്ണമായും അതിൻ്റെ അസറ്റ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അനുമതി നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അവർക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് പറഞ്ഞ് അനുമതി നിഷേധിക്കാവുന്നതാണ്. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തെ നിരവധി സംഘടനകൾ അതിൻ്റെ മുഴുവൻ ഈ പതിറ്റാണ്ട് കാലങ്ങൾ അവർ പ്രവർത്തിച്ച മുഴുവൻ അസറ്റും കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് പോകുമെന്നാണ് ഈ പുതിയ ഭേദഗതി പറയുന്നത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ മതപരിവർത്തന സംരക്ഷണ നിയമം, അതിലെല്ലാം തുടർന്നാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്കും സേവന സംഘടനകൾക്കുമെല്ലാം നാളിതുവരെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഇടയാക്കുന്ന ഈ ഭേദഗതി വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ വഴിവിട്ട നീക്കം മറച്ചുവെക്കാനാണ് ഡീൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. തൃശൂരിൽ ഇത്തവണയും LDF വിജയം നേടും. ഇവിടെ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 1 LDF സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നതെന്നും PK ബിജു പരിഹസിച്ചു. കോൺഗ്രസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ മറച്ചുവെക്കാനാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഡീൽ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചത്. തൃശ്ശൂരിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഡീൽ ആരുമായി, എങ്ങനെ, എവിടെ എന്ന്. തൃശ്ശൂർ നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ 2 സ്ഥാനാർത്ഥിയും LDFിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി തന്നെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥിയുമാണ് ഇവിടെയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം തൃശ്ശൂർ അസംബ്ലിയിലും നേടാൻ കഴിയും എന്നതാണ് ഇപ്പോൾ കാണുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ A. നാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഏറ്റവും നല്ല രീതിയിൽ അടിത്തട്ടിലുള്ള സമ്പർക്ക പരിപാടികളും പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എല്ലാ മേഖലയിലും വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമൊന്നുമല്ല. മുൻപ് 2 തവണ പുതുക്കാട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയം ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 100% എന്നെ അറിയാത്ത ആളുകൾ ഈ നിയോജക മണ്ഡലത്തിലില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല സ്വീകാര്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് 100% എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊതുവെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ കൊടകര രൂപം മാറിയെത്തിയ മണ്ഡലമാണ്. ഇടത് പ്രതിനിധികൾ മാത്രമേ നിയമസഭയിൽ എത്തിയിട്ടുള്ളൂ. ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. UDF ആണെങ്കിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരനെ രംഗത്തിറക്കിയെന്ന് പറയുന്നു. അത്തരം വെല്ലുവിളികളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം സമ്മാനിച്ച ചരിത്രപരമായ നേട്ടം കൈവരിച്ച തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ താമരടയാളത്തിൽ വോട്ട് ലഭിച്ച മണ്ഡലം 62,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് 12,000-അപ്പുറത്തേക്ക് ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം ഈ പുതുക്കാട് മണ്ഡലമാണ്. എറണാകുളം മേഖലാ പ്രസിഡന്റ് കൂടിയാണ് BJPയുടെ ശ്രീ A. നാഗേഷ്. ഈ മേഖലയിൽ പൊതുവെ എങ്ങനെയാണ് BJPയുടെ വിജയ സാധ്യതകൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് മിന്നും വിജയം സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. എല്ലാ മേഖലയിലും മണലൂരിലായാലും ഇരിഞ്ഞാലക്കുടയിലായാലും കൊടുങ്ങല്ലൂരിലായാലും നാട്ടികയിലായാലും എല്ലാ മേഖലയിലും, എന്തിനേറെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ മുന്നേറ്റം നടത്താനും ത്രികോണ മത്സരം സൃഷ്ടിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് മിന്നും വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ സമ്മാനിക്കുന്ന ജില്ലയായി തൃശ്ശൂർ ജില്ല മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും.
ഒരിടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ താമര വിരിയുമെന്ന് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സമുദായങ്ങളും BJPക്ക് വോട്ട് നൽകുമെന്നും 3000-ഓളം വോട്ടിന് താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം നിയോജക മണ്ഡലത്തിലെ പാവങ്ങളുടെ ഉന്നമനത്തിനായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുടയുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത്. ഇവിടെ മാറി മാറി ഭരിച്ച LDFും UDFും ഇരിങ്ങാലക്കുടയെ ഒരു മുരടിപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാധാരണ മാറ്റങ്ങൾ വരാം, അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പക്ക ഭാരതീയ ജനതാ പാർട്ടിക്ക് 40,000-ത്തിലധികം വോട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചേർത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇരിങ്ങാലക്കുടയിൽ താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ആമ്പല്ലൂർ മണലിക്ക് സമീപം മടവാക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാതയിലടക്കം പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. ഇതേ തുടർന്ന് മടവാക്കര റോഡ് വീണ്ടും അടച്ചു. മാർച്ച് 18-നായിരുന്നു കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾക്കിടെ ചോർച്ചയുണ്ടായത്. അതിനുശേഷം വൻതോതിൽ പാചകവാതകം പുറത്തേക്ക് ചോർന്നതോടെ ബന്ധപ്പെട്ട അധികൃതർ പൈപ്പ് ലൈനിലെ വാൽവ് അടച്ച് നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചോർച്ചയുണ്ടായ ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ പൈപ്പിനുള്ളിൽ മുൻപ് തങ്ങി നിന്നിരുന്ന വാതകം ഇപ്പോഴും പുറത്തേക്ക് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേശീയപാതയിലേക്കുൾപ്പെടെ പാചകവാതകം പരന്നതായി യാത്രക്കാർ പറയുന്നു. പ്രദേശത്ത് വാതകത്തിന്റെ ശക്തമായ ഗന്ധം അനുഭവപ്പെടുന്നതും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി മടവാക്കര റോഡ് അടച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വാഹന ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രദേശവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആശങ്ക അകറ്റുന്നതിനുമായി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. സ്വകാര്യ ആശുപത്രികളിലെ സമരം കടുപ്പിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നേരത്തെ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്ന നഴ്സുമാർ ആശുപത്രി പടിക്കലേക്ക് പ്രതിഷേധം മാറ്റി. അടിസ്ഥാന ശമ്പള വർധനവ് നടപ്പാക്കാത്ത ആശുപത്രികൾക്ക് മുന്നിലാണ് തിങ്കളാഴ്ച മുതൽ സമരം തുടങ്ങിയത്. ജില്ലയിൽ ജൂബിലി മിഷൻ അമല ആശുപത്രികൾക്ക് മുന്നിലാണ് സമരം. ഫെബ്രുവരി 21-ന് സൂചനാ സമരവും മാർച്ച് 5 മുതൽ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരവും നടത്തിയിരുന്നു. ഇതിനിടെ മാനേജ്മെന്റും UNAയും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് നിരവധി ആശുപത്രികൾ ശമ്പള വർധനയ്ക്ക് തയ്യാറായി. അത്തരം ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറി. മറ്റ് നഴ്സുമാർ സമരം തുടരുകയും ചെയ്തു. ഇതിനിടയിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സമരം ഇടയ്ക്ക് അവസാനിപ്പിച്ചെങ്കിലും മധ്യസ്ഥ ചർച്ച ഫലം കണ്ടില്ല. സമരം പ്രഖ്യാപിച്ചിരിക്കുന്നയിടങ്ങളിലെ ഭൂരിപക്ഷം നഴ്സുമാരും പണിമുടക്കിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ കുടയും ചൂടിയിരുന്നാണ് നഴ്സുമാർ സമരം ചെയ്യുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് UNA. TCV ന്യൂസ്, തൃശൂർ. SSLC പരീക്ഷ അവസാനിച്ചു. ജീവശാസ്ത്രമായിരുന്നു അവസാനത്തെ പരീക്ഷ. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പരസ്പരം ആശ്ലേഷിച്ചും വസ്ത്രങ്ങളിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയുമാണ് സന്തോഷം പങ്കുവച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല.
ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭയങ്കര എളുപ്പമെന്ന് പറയാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം ലെവൽ കൂടിയ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. പക്ഷേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് സോഷ്യൽ സയൻസ് ഒക്കെയാണ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ബാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ചിന്തിച്ചെഴുതാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരുന്നു. മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. മോഡൽ ഇതിൽ എളുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഡലിൽ നിന്നും കുറച്ചുകൂടി ലെവൽ കൂട്ടി. എന്നാൽ കുട്ടികളാരും തോൽക്കരുത്, പക്ഷേ A+ലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടണം എന്നുള്ളൊരു രീതിയിൽ പരീക്ഷ പേപ്പർ ഇട്ടേക്കുന്നതായിട്ട് തോന്നി എനിക്ക്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ ചൊവ്വാഴ്ച പൂർത്തിയാകും. ഇതോടെ വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിയിലേക്ക് കടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. മെയ് 8-ന് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്തും. മെയ് 22-നാണ് ഫലപ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവച്ചിരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് പൂരപ്പാടത്തേക്ക് ഒഴുകിയെത്തുന്നത്. ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയനായ ദേവമേളയിൽ തൃപ്രയാർ തേവർ, ചാത്തക്കുടം, ചക്കംകുളങ്ങര, കോടന്നൂർ, നെട്ടിശ്ശേരി, തിരുവുള്ളക്കാവ്, ഊരകത്തമ്മ, ചേർപ്പ്, അന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി ഭഗവതിമാരും 24 ദേവീ ദേവന്മാരുമാണ് പൂരപങ്കാളികൾ. ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരചടങ്ങുകൾക്ക് തുടക്കമായി. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ശാസ്താവിന്റെ തിടമ്പേറ്റുന്നത്. പഞ്ചാരിമേളം കൊട്ടി കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായാൻ 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവ് 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാടുതറയിൽ ചെറുപൂരങ്ങൾക്ക് ആതിഥ്യമരുളി നിൽക്കും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായാൽ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തുന്നതോടെയാണ് ദേവമേളയ്ക്ക് തുടക്കമാവുക. നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികളെ സമാധിയിരുത്തി. നടുവിൽ മഠത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾ ഏർക്കര നാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നടുവിൽ മഠം അച്യുതഭാരതി, തൃക്കേക്കാട് നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ, എടമന വാസുദേവൻ നമ്പൂതിരി, കുടുംബാംഗങ്ങൾ, ശിഷ്യഗണങ്ങൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഉപ്പും മണലും നിറച്ചാണ് സ്വാമിയെ സമാധിയിരുത്തിയത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ ഞായറാഴ്ച രാത്രി 9-നാണ് സമാധിയായത്. ഭാഗവത വഴിയിലൂടെ സന്യാസത്തിലേക്ക് എത്തിച്ചേർന്ന മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയാണ് പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ എന്ന പേരിൽ നടുവിൽ മഠത്തിൽ സന്യാസിയായത്. കോതമംഗലം കറുകിടത്തിൽ മാടശ്ശേരി ഇല്ലത്തെ ദാമോദരൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകനായി 1953-ലാണ് ജനനം. കേരളത്തിനകത്തും പുറത്തുമായി 500ഓളം വേദികളിൽ ഭാഗവത സപ്താഹങ്ങൾ നടത്തിയ ആചാര്യനായിരുന്നു. പരമമായ ഭക്തിപ്രഭയിൽ ഈശ്വര വഴിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. സ്വാമിയുടെ സഹോദരി ഹരിപ്രിയയും ആധ്യാത്മികതയുടെ പാതയിലാണ്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മലപ്പുറം തിരൂരിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ട്രഷറർ ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര എന്നിവരെ തെരഞ്ഞെടുത്തു. PCCB നിസാർ കോയപ്പറമ്പിൽ എന്നിവരാണ് സെക്രട്ടറിമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോം വോട്ട് തുടങ്ങി. കലാമണ്ഡലം ഗോപി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മുതിർന്നവർക്കുള്ള പോസ്റ്റൽ വോട്ട് സൗകര്യം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വോട്ടറുടെ സ്വകാര്യതയും വോട്ടിന്റെ രഹസ്യ സ്വഭാവവും ഉറപ്പാക്കിയാകും നടപടികൾ പൂർത്തിയാക്കുക. വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് സുരക്ഷിതമായി സീൽ ചെയ്ത് നിശ്ചിത കേന്ദ്രങ്ങളിലെത്തിക്കും. പോളിംഗ് സംഘം വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി അറിയിക്കും. ആദ്യ അവസരത്തിൽ വോട്ടർ ഇല്ലെങ്കിൽ രണ്ടാം അവസരത്തിന് തീയതിയും സമയവും നിശ്ചയിക്കും. സംസ്ഥാനത്ത് 2,07,812 പേരാണ് ഹോം വോട്ടിനായി അപേക്ഷിച്ചിട്ടുള്ളത്. 2,468 ഉദ്യോഗസ്ഥരെ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം വോട്ടിംഗ് മെഷീനുകൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. വെങ്കിടങ്ങ് വില്ലേജിലെ 85 വയസ്സിന് മുകളിലുള്ളവരെയും ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം വോട്ടിംഗ് ആരംഭിച്ചു. വില്ലേജിലെ 133, 134, 147, 148 എന്നീ ബൂത്തുകളിലെ ഹോം വോട്ടിംഗ് ആണ് നടന്നത്. BLOമാരായ അസ്മ ഇബ്രാഹിം, P ഹലീമ, PA മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. യുവ വോട്ടർമാരെ ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ മധുരം നൽകി സ്വീകരിക്കും. കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ട് സ്വീറ്റൻ കേരള എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ കന്നി വോട്ടർമാർക്ക് പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത ഹൽവ പാക്കറ്റുകൾ വിതരണം ചെയ്യും. ഓരോ ജില്ലയിലെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ തെരഞ്ഞെടുക്കുന്ന നിശ്ചിത ബൂത്തുകളിലായിരിക്കും ഹൽവ വിതരണം. വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് കന്നി വോട്ടർ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഹൽവ നൽകുക. വോട്ടിംഗ് പ്രക്രിയയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കും വിതരണം. ശക്തമായ വേനൽ മഴയിലും കാറ്റിലും അതിരപ്പള്ളി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണും അലമാര വീണും 3 പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾക്ക് മുകളിലും മരക്കൊമ്പുകൾ വീണു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച വൈകിട്ടാണ് ചുഴലിക്കാറ്റ് താണ്ഡവമാടിയത്. കണ്ണൻകുഴി KSEB ഓഫീസിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. അഞ്ജുരാജ്, PK ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. വെട്ടുകടവ് പാലത്തിന് സമീപത്തെ തട്ടുകടയിലെ അലമാര കാറ്റിൽ വീണ് കടയിൽ ഇരിക്കുകയായിരുന്ന പ്രാദേശിക പത്രപ്രവർത്തകൻ ബിനോജ് ജോർജിന് പരിക്കേറ്റു. വൈദ്യുതി ഓഫീസിലെ ഷെഡിന് മുകളിൽ മരം വീണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർന്നു. അരൂർമൊഴി കമ്മ്യൂണിറ്റി ഹാൾ സമീപം സ്വകാര്യ ബസ്സിന് മുകളിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. ആളപായം ഒഴിവായി. വെറ്റിലപ്പാറ സിൽവർ സ്ട്രോം വാട്ടർ തീം പാർക്കിലെ താൽക്കാലിക ഷെഡ് കാറ്റിൽ പറന്നുപോയി. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു. പലയിടത്തും തട്ടുകടകളും പെട്ടിക്കടകളും കാറ്റിൽ തകർന്നു. വഴിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പോലീസും നാട്ടുകാരും ചേർന്ന് സുരക്ഷിതമായി മറ്റു വാഹനങ്ങളിൽ കയറ്റിവിട്ടു. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന ഒല്ലൂരിൽ ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ് മുന്നണികൾ. 3ാം ഊഴം തേടി കളത്തിലിറങ്ങിയ മന്ത്രി K രാജനെ നേരിടാൻ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിനെയാണ് UDF നിയോഗിച്ചിരിക്കുന്നത്. ബിജോയ് തോമസാണ് BJP സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും മാറി മാറി തുണയ്ക്കുന്നതാണ് പൊതുവെ ഒല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രം. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നതും മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു.
പ്രഗത്ഭരായ പലരും ഒല്ലൂരിനെ പ്രതിനിധീകരിച്ചു. PR ഫ്രാൻസിസ്, AV ആര്യൻ, AM പരമൻ, PP ജോർജ് തുടങ്ങിയവരൊക്കെ ഇവിടെ നിന്ന് MLA-മാരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചപ്പോൾ രണ്ടാമതും K രാജനൊപ്പം നിന്ന് ഒല്ലൂർ ചരിത്രത്തിനൊപ്പം നടന്നു. ഹാട്രിക് വിജയം സ്വപ്നം കണ്ട് K രാജനെ തന്നെ LDF വീണ്ടും രംഗത്തിറക്കിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്ന വോട്ടർമാർ കൂടെയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. ഒരു വികസനത്തിന്റെ പൊതുരാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ പൊതുരാഷ്ട്രീയം, പട്ടയങ്ങളുടെ ലഭ്യത, സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശരി. ടോൾ വിഷയത്തിലടക്കമുള്ള നിയമ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയനായ ഷാജി കോടങ്കണ്ടത്തിലൂടെ ഒല്ലൂർ തിരിച്ചുപിടിക്കാമെന്നാണ് UDF പ്രതീക്ഷ. ഏറെക്കാലമായി മണ്ഡലം കേന്ദ്രീകരിച്ച് ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു വരികയാണ് ഈ അഭിഭാഷകൻ. UDF ഉണർന്നു, കോൺഗ്രസ് ഉണർന്നു, എല്ലാ ഘടകകക്ഷികളും ഉണർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസ് തിരിച്ചുപിടിച്ചിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളിലാണ് BJPയുടെ നോട്ടം. ബിജോയ് തോമസ് NDAയുടെ കരുത്തറിയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. ഒല്ലൂരിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് 59,997 വോട്ട് താമര ചിഹ്നത്തിലാണ് ചെയ്തത്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷനിലെ 11 ഡിവിഷനുകൾ UDFന്റെ കയ്യിലാണ്. 4 LDFനും 1 ഡിവിഷൻ BJPക്കുമുണ്ട്. പഞ്ചായത്തുകളിൽ മാടക്കത്തറയും നടത്തറയും LDF ഭരിക്കുന്നു. പുത്തൂരും പാണഞ്ചേരിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കുന്നതാണ് ചരിത്രം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടത്തിൽ ഒല്ലൂർ ആരെ ഒപ്പം നിർത്തുമെന്ന് കണ്ടുതന്നെ അറിയണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പാവർട്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ജെറാം ബാബു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, UDF നേതാക്കളായ സിജു പാവർട്ടി, CJ സ്റ്റാൻലി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, NJ ലിയോ, MK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചാണ്ടി ഉമ്മൻ MLA ചെറുതുരുത്തിയിലെത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പര്യടനം കൊച്ചിൻ പാലം വരെ നീണ്ടു. 100 കണക്കിന് പ്രവർത്തകരും UDF നേതാക്കളും പങ്കെടുത്തു. ഇടത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പാവർട്ടിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സീത ഗണേഷ് അധ്യക്ഷയായി. ഗീത ഭരതൻ, ഷീജ രാജീവ്, ഷിമി ഗോപി, പ്രീതി സുരേഷ്, NK പ്രീതി, KK പ്രസന്നകുമാരി, സിജി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി, ക്യാഷറെ സസ്പെൻഡ് ചെയ്തു. 2014 മുതൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ ക്യാഷറായി പ്രവർത്തിച്ചുവരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ത്രിദീപിനെയാണ് കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. നഗരസഭയിൽ നടന്ന പരിശോധനയിലാണ് ഒരാഴ്ച മുൻപ് തട്ടിപ്പ് കണ്ടെത്തിയത്. നഗരസഭയുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. വിജിലൻസിലും നഗരസഭാ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. 2014 മുതലുള്ള കണക്കുകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. വ്യാജ ബാങ്ക് രേഖകൾ തയ്യാറാക്കി കൃത്രിമമായി പണം ബാങ്കിൽ അടയ്ക്കാതെയായിരുന്നു തട്ടിപ്പെന്നാണ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ജീവനക്കാരൻ ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയിരുന്നു. അന്ന് അത് പണം തിരികെ അടപ്പിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ തിരിമറി നടത്തിയ സംഭവത്തിലെ ജീവനക്കാരനായ ത്രിദീപൻ ഓൺലൈൻ ഗെയിമിലും ലോട്ടറി എടുത്തും ദിനംപ്രതി ലക്ഷങ്ങൾ ചെലവഴിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് തൃശൂർ ജില്ലാ സമ്മേളനം സംസ്ഥാന ഉപാധ്യക്ഷൻ P. പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് SK സതീശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സേതു തിരുവങ്കിടം, AC കൃഷ്ണൻ, MK നരേന്ദ്രൻ, PK അറുമുഖൻ, AS രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CLCയുടെ 464 ദിനാഘോഷം കുരിയച്ചിറയിൽ നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന CLC പ്രസിഡന്റ് സജു തോമസ് അധ്യക്ഷത വഹിച്ചു. ബിഗ് ബോസ് താരം അനീഷ് തറയിൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന അതിരൂപത CLC പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി, അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർമാരായ ഫാദർ സെബി വെളിയൻ,
ഫാദർ സന്തോഷ് അന്തിക്കാട്ട്, കുരിയച്ചിറ ഇടവക വികാരി ഫാദർ ഫ്രെഡറിക് എലുവത്തിങ്കൽ, തൃശൂർ അതിരൂപത CLC സെക്രട്ടറി അജയ് C. ജോസ്, ട്രഷറർ സിൽജോ വടക്കൻ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ പ്രധാന പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ഭക്തിസാന്ദ്രമായി. പാണിക്കുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതോടെ പൂരത്തിന് തുടക്കമായി. 3 ഗജവീരന്മാരോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവി വടക്കുഭാഗത്തുള്ള കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞതിനു ശേഷം പഞ്ചവാദ്യം ആരംഭിച്ചു. പറകൾ സ്വീകരിച്ച് 7 ഗജവീരന്മാരെ അണിനിരത്തി കിഴക്കോട്ട് തിരിഞ്ഞ് പന്തലിൽ എത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിച്ചു. തുടർന്ന് പാണ്ടികൊട്ടി ക്ഷേത്രത്തിന് അഭിമുഖമായി നിന്ന ശേഷം കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവ നടന്നു. തുടർന്ന് പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ 120-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. ചെമ്പടകൊട്ടി അകത്തേക്ക് എഴുന്നള്ളിച്ചതോടെ പകൽപൂരത്തിന് സമാപനമായി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,590, പവന് 1,08,720. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. FCRA ബിൽ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. വിശേഷ ദിനങ്ങളിൽ പരീക്ഷ നടത്തുന്നത് വേദനിപ്പിക്കുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLAമാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. മടവാക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. പരാതിയെ തുടർന്ന് മടവാക്കര റോഡ് വീണ്ടും അടച്ചു. സമരം ശക്തമാക്കി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ. പ്രതിഷേധം ആശുപത്രികളുടെ മുന്നിലേക്ക് മാറ്റി UN. SSLC പരീക്ഷ അവസാനിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-ന്, +2 ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവ് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരചടങ്ങുകൾക്ക് തുടക്കമായി. തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ആവേശമായി. തൃശൂർ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികൾക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സമാധിയിരുത്തൽ ചടങ്ങ് നടുവിലാൽ മഠത്തിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.